ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, ബൈബിളില് വചനത്തിലൂടെ 365 തവണ നമ്മളോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട എന്ന്. ഒരു വർഷം 365 ദിവസമാണ്. ഈ 365 ദിവസവും നമ്മൾ വചനം വായിക്കുമ്പോൾ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട എന്ന്. എന്നാൽ ഇന്ന് പലരും ഭയത്തിന്റെ അടിമത്തത്തിലൂടെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിപ്രഷനും ആൻസൈറ്റീസ് ഒക്കെ വന്ന് മരുന്നൊക്കെ കഴിച്ച് ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഇല്ലാതെ കടന്നു പോകുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മാസം മുമ്പ് പ്രഭാതത്തില് പള്ളിയിൽ പോയി ബലിയർപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയൽവാസിയായ ഒരു ചേട്ടൻ ഓടി പറഞ്ഞു, അപ്പച്ചനെ വഴിയിൽ വെച്ച് ഒരു ബൈക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ബൈക്ക് തട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഭയമായി. കാരണം 2 മാസം മുമ്പ് വഴി ക്രോസ് ചെയ്യുമ്പോൾ 2 പേര് വണ്ടിയിടിച്ച് മരിച്ചു പോയത്. എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം കടന്നു വന്നപ്പോൾ ഈശോ എന്നോട് വേഗം പറഞ്ഞു, നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാനില്ല നിന്റെ കൂടെ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഭയമെല്ലാം പോയി. ഞാൻ വേഗം ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അപ്പച്ചനിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. കാലിന്റെ ഭാഗത്തിന് ചെറിയൊരു പൊട്ടലുണ്ടായി. അതിങ്ങനെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് 1 മാസം കഴിഞ്ഞു ഇപ്പം പ്ലാസ്റ്ററൊക്കെ അഴിച്ച് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യ ഈശോ പറഞ്ഞിട്ടുണ്ട്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെയായിരിക്കും. ഈ യുഗാന്ത്യം വരെ നമ്മളോട് കൂടെയായിരിക്കുവാൻ വേണ്ടിയാണ് ഈശോ പരിശുദ്ധ കുർബാനയായിട്ട് മാറിയത്. നമ്മൾ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓടി നടക്കുമ്പോൾ പരിശുദ്ധ കുർബാന ഉപേക്ഷിച്ചിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യ ഈശോയെ വേണ്ടെന്ന് വെച്ചിട്ട് മറ്റ് പല അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിലുള്ള ഈ ഭയങ്ങളൊന്നും ഒരിക്കലും വിട്ടുമാറത്തില്ല. നമ്മുടെ ഭയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ ആകുലതകളൊക്കെ മാറിപ്പോകുവാൻ വേണ്ടിയാണ് ഈശോ പറഞ്ഞത്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന ഒഴിവാക്കാതെ ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് ഈശോയുമായുള്ള ആ ഒരു വ്യക്തി ബന്ധത്തിൽ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലിരുന്ന് ഈശോ നമ്മളോട് സംസാരിക്കും, നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സ്വരം കേൾക്കുവാൻ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യ ഈശോയെ എല്ലാ ദിവസവും സ്വീകരിച്ച് ഈശോയുമായി ഒരു വ്യക്തി ബന്ധം പുലർത്തുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും നമ്മൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.